ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ കുറച്ചധികമായി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും വീഡിയോസൊന്നും അധികം പോസ്റ്റ് ചെയ്യാറില്ല. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് എ വീക്കെൻഡ് ഡേ ഔട്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈവനിങ്ങിൽ ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു ചൂടിനെ സംബന്ധിച്ച് നമ്മളങ്ങനെ ഔട്ട്ഡോർ ആയിട്ടൊന്നും പുറത്തൊന്നും പോകാറില്ല. പോവുകയാണെങ്കിൽ തന്നെ കൂടുതലും രാത്രി തന്നെയാണ് പുറത്തിറങ്ങാറ്. ആൻഡ് രാത്രി പുറത്തിറങ്ങുമ്പോഴും അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ചൂട് അപ്പോഴും നമുക്ക് നന്നായിട്ട് തോന്നും. ആൻഡ് അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ പോവാറും മോളിലൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ബിക്കോസ് നമ്മളിപ്പോൾ ഈ ഒരു ചൂടിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റില്ല. ആൻഡ് നമ്മൾ ഈ പുറത്ത് പോയി വെയിലൊക്കെ കൊണ്ട് ടാനായിട്ട് ഫുൾ ക്ഷീണിച്ച് വരാമെന്നല്ലാതെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല ഈ ഒരു ചൂടിൽ. സോ കൂടുതലായിട്ടും നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ പുറത്ത് പോവാറ്. അങ്ങനെ ഫസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ബാത്ത് ആൻഡ് ബോഡിയിലാണ്. അവിടുന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതേറ്റാണ് പിന്നെ ലാസ്റ്റ് പോയിട്ട് നമ്മൾ ട്രയൽ റൂമിൽ പോവാം. അല്ലാതെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് പിന്നെ അതൊന്ന് ട്രയൽ ചെയ്ത് പിന്നെ വന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ നിൽക്കാറില്ല. മാക്സിമം ഞാൻ എല്ലാ ഭാഗവും കവർ ചെയ്ത് എനിക്ക് ഇഷ്ടമായതൊക്കെ ട്രോളിയിലെടുത്ത് അങ്ങനെ പിന്നെ പോയി ട്രയൽ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇത്രയധികം ഞാൻ ട്രോളിയിൽ എടുത്തിടുന്നുണ്ടെങ്കിലും ബട്ട് അറ്റ് ലാസ്റ്റ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, ഞാൻ ഇതിലാകെ ഒരു ഡ്രസ്സ് മാത്രമാണ് എടുത്തത്. അങ്ങനെ അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കെമിസ്റ്റിൻ്റെ വെയർ ഹൗസിലാണ്. ആൻഡ് അവിടുന്ന് ഞാൻ ഈ പറയുന്ന ഒരു മേബ്ലൈൻ്റെ ഒരു ബബിൾ മസ്കാര അത് വാങ്ങി. ആൻഡ് ആൾസോ എൻ്റെ ക്ലെൻസർ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തു. ഇന്നത്തെ ഷോപ്പിങ്ങിന് ഏകദേശം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിപ്പീനി ഏരിയയിലാണ്. ഇത് ഈ മോളിൽ തന്നെ ഉള്ളതാണ്. ആൻഡ് ഇവിടുന്ന് നമ്മളെപ്പോഴും കഴിക്കുന്നത്, എപ്പോൾ വന്നാലും നമ്മൾ പിസ്സ ആയിട്ടും ബർഗറായിട്ടും അങ്ങനെയൊക്കെ അല്ലേ കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിപ്രാവശ്യം ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ തന്നെ ഒരു സീ ഫുഡ് ബോളാണ്. ആൻഡ് ഇതിൽ അത്യാവശ്യം 2 ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സീ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. സ്ക്വിഡ്, അതുപോലെ തന്നെ പ്രോൺസ്, ക്രാബ് ബോൾസ്, മസിൽസ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നല്ല കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. ആൻഡ് നമുക്ക് ഒരു വട്ടെങ്കിലും ട്രൈ ആക്കണം എന്നുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ സീ ഫുഡ് ബോൾ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് വരുന്ന വഴി നമ്മളൊരു ബബിൾ ടീയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബബിൾ ടീ എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വാങ്ങാറ് ഇവിടുത്തെ ബൂബി പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ബബിൾ ടീ ആണ്. ആൻഡ് എപ്പോൾ പോയാലും അവിടുത്തെ ഒരു ഫ്ലേവറായിട്ടുള്ള താരോ ക്രീം ചീസാണ് വാങ്ങാറ്. സോ അത് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. സോ വേറൊരു ഓപ്ഷൻ ഇതുവരെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമുക്ക് എപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും വാങ്ങുന്ന ഒരു ഫ്ലേവറാണ് ഇത്. സോ അങ്ങനെ അതൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ ക്യാരിഫോറിൽ കയറി റൂമിലോട്ട് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴാണ് അവരവിടെ ഫ്രഷ്ലി ബേക്ക് ചെയ്യുന്ന ക്രോസാൻഡ് കണ്ടത്. സോ അതൊക്കെ കുറച്ച് വാങ്ങി. അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. ദിസ് ഇസ് ഡേ 2. നമ്മൾ ഈവനിങ് ഒരു 7:30 ഒക്കെ ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ നേരെ പോകുന്നത് ഡേര സിറ്റി സെൻറ്ററിലാണ്. സോ ഞാൻ ഇന്നലെ ഒരു ബാഗ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ്. വേറെ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് പോകുന്നു, ആ കണ്ടുവെച്ച ബാഗ് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, അത്രേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് I bought my first ever Aldo bag and I am very happy. Like, for some people this is not a big deal for them. For me it's like അതിപ്പോൾ എങ്ങനെ പറയാം, I bought this bag with my own savings. So
every little purchase is like a little milestone for me and also a memory I'll always keep. So നമുക്ക് സേവിങ്സ് എന്ന് പറയുമ്പം നമുക്ക് ഏണിങ്സ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതിന് സേവ് ചെയ്യാം. ആൻഡ് ആൾസോ നമുക്കിപ്പോൾ ഒരു നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്ത പോലെ നമുക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് നമുക്കൊരു മണി ബോക്സിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെയും സേവ് ചെയ്യാം. സോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ സേവ് ചെയ്ത് അങ്ങനെ വാങ്ങുന്ന ഓരോ കാര്യം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. സോ ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, ഇനി കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല. ഭൂപിയിലത്തെ ബബിൾ ടീ ആണ് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ വി ബോത്ത് ലൈക്ക് പിസ്സ ഫ്രം പിസ്സ ഹട്ട്. അങ്ങനെ നമ്മൾ ഡിന്നർ പിസ്സ ഹട്ടിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളൊരു പിസ്സ ഒക്കെ കഴിച്ച് ആൻഡ് ദെൻ ഒരു മെക്ടീന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. ഇനി പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. സോ അപ്പോൾ ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അൺടിൽ ദെൻ ബൈ.